സ്റ്റീഫൻ നമ്മൾ കരുതും പോലെയല്ല സർ. പലപ്പോഴും സിനിമകളിലെ ഡയലോഗുകൾ നമ്മൾ ജീവിതത്തിൽ പറയാറുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം ഡയലോഗുകൾ. നമുക്കറിയാവുന്ന ഒരാൾ അതിലും മേലെയാണ് എന്ന തിരിച്ചറിവ് വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ഡയലോഗുകൾ നമ്മൾ പറയാറ്. പറഞ്ഞു വരുന്നത് ബറാക് ഒബാമയെക്കുറിച്ചാണ്. ഭൂമിക്കപ്പുറമുള്ള ചൊവ്വാഗ്രഹത്തെ കണ്ട 10 മനുഷ്യരിൽ ഒരാളാണ് ബറാക് ഒബാമ എന്ന യാഥാർത്ഥ്യം തെളിവ് സഹിതം ഒരാൾ നിരത്തുകയാണ്. ഭൂമിയിലെ സൂപ്പർ പവേഴ്സിന് മാത്രം അറിയാവുന്ന, ജനങ്ങളിൽ നിന്നും മനഃപൂർവ്വം മറച്ചുവെച്ച പ്രൊജക്ട് പെഗാസസ് എന്ന രഹസ്യ പരീക്ഷണത്തിലൂടെ അവർ ചൊവ്വാഗ്രഹം സന്ദർശിച്ച് കാണുമോ? അറിയാം പ്രോജക്ട് പെഗാസസിനെ കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. അമേരിക്കൻ ഗവൺമെൻറ്റിലെ ആ ഒരു പ്രയോഗം തെറ്റാണ്. ലോക ഗവൺമെൻറ്റിലെ തന്നെ എലൈറ്റ്സ് എന്നറിയപ്പെടുന്ന, എലൈറ്റ്സ് എന്ന് രഹസ്യമായി വിളിക്കപ്പെടുന്നവരെ കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പലരും പല രീതിയിലും ചർച്ചയാക്കിയിട്ടുണ്ട്. അത്തരം രഹസ്യങ്ങളെ പരസ്യമാക്കുന്നവരെ നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരം വിസിൽ ബ്ലോവേഴ്സിനെ ഒരു വലിയ ശതമാനം ആളുകൾ പരിഹസിക്കുകയും ഒരു ചെറിയ ശതമാനം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെബ്ബോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1997 ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണത്. അതിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്നു ആ സോഫ്റ്റ്വെയറിന് ഭാവി പ്രവചിക്കാൻ സാധിക്കും എന്ന്. കീവേഡുകളും സ്റ്റാറ്റിസ്റ്റിക്സും ഉപയോഗിച്ച് പല തവണ അത് സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ 2009 അത് മറ്റൊരു പ്രവചനം നടത്തി. ഭാവിയും ഭൂതവും ഒരുപോലെ അറിയാൻ സാധിക്കുന്ന ഒരു പ്ലാനറ്ററി ലെവൽ വിസിൽ ബ്ലോവർ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു എന്ന്. അയാൾ ചൊവ്വാഗ്രഹത്തിലെ ജീവനെക്കുറിച്ചും ടെലിപ്പോർട്ടേഷനെക്കുറിച്ചും ടൈം ട്രാവലിനെ കുറിച്ചുമുള്ള സാധ്യതകൾ വിശദീകരിക്കും എന്ന്. 2009 അനാലിസിസിൽ അത് പ്രവചിച്ചു. ആ വിസിൽ ബ്ലോവറുടെ പേര് ആൻഡ്രൂ ഡി ബാസിയാഗോ എന്നാണ് എന്ന്. തികച്ചും കീവേഡുകൾ മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തുന്ന വെബ്ബോട്ട് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഈ ഒരു പ്രഡിക്ഷൻ നടത്തിയത്? ആൻഡ്രൂ ബാസിയാഗോ എന്നത് ഒരു ലോയറാണ്, ഒരു തുടക്കക്കാരനായ കോൺസ്പിറസി തിയറിസ്റ്റാണ്. ഇങ്ങനൊരു സാധ്യത പറയപ്പെടുന്നത് ഈ ഒരു പ്രവചനം നടക്കുന്നതിനും 1 വർഷം മുമ്പ് ഒരു ഓൺലൈൻ ഫോറത്തിൽ ആൻഡ്രൂ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിരുന്നു. ദ ഡിസ്കവറി ഓഫ് ദ ലൈഫ് ഓൺ മാസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്. ആ ഒരു ഡോക്യുമെൻ്റ് ആദ്യമായി അപ്ലോഡ് ചെയ്യുന്നത് നാഷണൽ ജിയോഗ്രഫിയുടെ ഫോറത്തിലായിരുന്നു. എന്നാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. നാസയുടെ മാസ് എക്സ്പ്ലോറേഷൻ റോവറായ സ്പിരിറ്റ് എടുത്ത ചില ചിത്രങ്ങളിലൂടെ ചൊവ്വയിൽ മനുഷ്യരെ പോലുള്ള സ്പീഷീസുകൾ ഉൾപ്പെടെ ജീവനുണ്ട് എന്നും ചില ചിത്രങ്ങളിൽ അവരുടെ ചില നിർമ്മിതികൾ വ്യക്തമായി കാണാമെന്നും അദ്ദേഹം കണ്ടെത്തി. അത്തരം നിർമ്മിതികളിൽ ചിലതിന് ഈജിപ്തിൽ കാണാവുന്ന പിരമിഡുകളോട് സാമ്യമുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്നും ഗൂഗിളിൽ ഈ ചിത്രങ്ങളൊന്ന് തിരഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ആൻഡ്രൂ ബാസിയാഗോയെ ഒരു വിസിൽ ബ്ലോവറായി എങ്ങനെയാണ് വെബ്ബോട്ട് എന്ന സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്തത്? അതിന് മറുപടിയായി വെബ്ബോട്ടിൻ്റെ അഡ്മിനായ ക്ലിഫ് ഹൈ പറയുന്നുണ്ട്. 2008 ജെസിക്ക മിസ്റ്റിക്സ് ക്യാബ് എന്നൊരു യൂട്യൂബ് ചാനൽ ആൻഡ്രൂവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖത്തിൽ തൻ്റെ ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത്ഭുതം തോന്നുന്ന, ചിലരെങ്കിലും ഭയപ്പെടുന്ന ചില അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിലെ ഡാറ്റയിലൂടെ ആയിരിക്കാം വെബ്ബോട്ട് അദ്ദേഹത്തെ ഒരു വിസിൽ ബ്ലോവറായി കണക്കാക്കിയത്. എന്തായിരിക്കാം ആൻഡ്രൂവിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനുണ്ടായ ആ അനുഭവങ്ങൾ? അമേരിക്ക പല രഹസ്യ പരീക്ഷണങ്ങളും ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു വാർത്ത അത്രയ്ക്ക് പുതുമയുള്ളതായിരിക്കില്ല. കാരണം നമ്മൾ പല വിഷയങ്ങളും ഇത്തരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 1961 ജനിച്ച ആൻഡ്രൂ തൻ്റെ 7ാമത്തെ വയസ്സ് മുതൽ 12ാമത്തെ വയസ്സ് വരെ ഒരു ബേബി എക്സ്-ഫയൽ ഏജൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളെന്നല്ല, ആരും വിശ്വസിക്കില്ല. ഈ ഒരു കഥയ്ക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. വിശ്വാസികളുടെ എണ്ണം കുറവാണ്. 1962 മുതൽ 1972 വരെ നീണ്ടു നിന്നിരുന്ന ഒരു സീക്രട്ട് US ടെലിപ്പോർട്ടേഷൻ ടൈം ട്രാവൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു പ്രൊജക്ട് പെഗാസസ്. അതിൻ്റെ ഭാഗമായിരുന്നു ആൻഡ്രൂ ബാസിയാഗോ. ചിലർ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ നിന്നും ചില ഓർമ്മകൾ തുടച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നും 10 വർഷത്തെ കഠിന ശ്രമം കൊണ്ട് അതിൽ ചിലത് തനിക്ക് തിരികെ ലഭിച്ചതാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. CIA-യും ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി ഡാർപ്പയും ടെലിപ്പോർട്ടേഷനും ടൈം ട്രാവലും സാധ്യമാണോ എന്നറിയാൻ നടത്തിയ ഒരു പ്രോജക്റ്റായിരുന്നു പ്രൊജക്ട് പെഗാസസ്.
വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഗവൺമെന്റിന്റെ രഹസ്യവും പരസ്യവുമായ പല ഡിഫൻസ് ഇന്റലിജൻസ് ടെക്നോളജിയുടെയും പിന്നിൽ റാഫ് എം പാസൺസ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ എന്നൊരു പേര് കാണാൻ സാധിക്കും. ആ കാലത്ത് റാഫ് എം പാസൺസ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ആൻഡ്രൂ ബാസിയാഗോയുടെ അച്ഛൻ റെയ്മണ്ട് എഫ് ബാസിയാഗോ. പ്രൊജക്ട് പെഗാസസിൽ ഉപയോഗിച്ചിരുന്ന പല ടെക്നോളജിയുടെയും പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹമായിരുന്നു ആ ഒരു പ്രൊജക്ടിന്റെ ചീഫ് ടെക്നിക്കൽ കൺസൾട്ടന്റ്. പ്രൊജക്ട് പെഗാസസിന്റെ ഭാഗമായി സൂപ്പർ നോർമൽ വിഭാഗത്തിൽപ്പെടുന്ന 140ഓളം കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന, ബുദ്ധിയിലും ശ്രദ്ധയിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായ കുട്ടികൾ. അവരിൽ ഒരാളായിരുന്നു 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആൻഡ്രൂ. അവരുടെ പരീക്ഷണത്തിനായി പ്രത്യേകം സൈക്കിക് ഗെയിമുകളും അവർ കണ്ടെത്തിയിരുന്നു. തൻ്റെ അച്ഛൻ്റെ ശുപാർശയിലായിരുന്നില്ല ആ കുട്ടികളിൽ ഒരാളായി തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ആൻഡ്രൂ പറയുന്നു. കുഞ്ഞായിരുന്ന ആൻഡ്രൂവിൽ കണ്ട ചില പ്രത്യേകതകൾ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സീനിയേഴ്സ് അദ്ദേഹത്തെ ആ കൂട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ എന്താണ് ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം? നിങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചേക്കാം. ആൻഡ്രൂ പറയുന്നു, 1943 ഹോട്ടൽ ന്യൂയോർക്കറിൻ്റെ ബേസ്മെൻറ്റിൽ കണ്ട ചില ഡോക്യുമെൻറ്റുകളിലൂടെയാണ് ഈ ഒരു പരീക്ഷണത്തിൻ്റെ തുടക്കം എന്ന്. ചിലരെങ്കിലും ആ പേര് കേട്ടു കാണണം, ഹോട്ടൽ ന്യൂയോർക്കർ. അതെ, നിക്കോള ടെസ്ല തൻ്റെ അവസാന നാളുകൾ ജീവിച്ചു തീർത്ത ഹോട്ടൽ ന്യൂയോർക്കർ. നിക്കോള ടെസ്ലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. ന്യൂയോർക്കറിലെ തൻ്റെ 3327 എന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോടൊപ്പം ഒരുപാട് ട്രങ്ക് പെട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ ട്രങ്ക് പെട്ടികൾ നിമിഷങ്ങൾക്കകം അപ്രത്യക്ഷമാവുകയായിരുന്നു. അതിനു പിന്നിൽ ട്രംപ് ഫാമിലിയാണ് എന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഡോക്യുമെന്റുകളായിരിക്കാം പ്രൊജക്ട് പെഗാസസിന്റെ തുടക്കം എന്ന് ആൻഡ്രൂ വിശ്വസിക്കുന്നു. പ്രധാനമായും 2 രീതിയിലായിരുന്നത്രേ അവിടെ പരീക്ഷണങ്ങൾ സംഭവിച്ചത്. ഒന്ന് ടെസ്ല ടെലിപോർട്ടേഷൻ ആൻഡ് ടൈം ട്രാവൽ ടെക്നോളജി എന്നും 2 ക്രോണോവിഷൻ എന്നും അറിയപ്പെട്ടു. ഒന്നാമത്തേത് ഫിസിക്കലി ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് ഹോളോഗ്രാഫിക്കലി, അതായത് ഫിസിക്കൽ ബോഡി വിട്ട് ആസ്ട്രൽ ബോഡിയിലൂടെ യാത്ര ചെയ്യുക, ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെ. ടെസ്ല ടെലിപോർട്ടേഷൻ ആൻഡ് ടൈം ട്രാവൽ ടെക്നോളജിയിലൂടെ തനിക്ക് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നാണ് ആൻഡ്രൂ പറയുന്നത്. 1968 നിന്നും 1991 ശേഷം 2045 അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തിരുന്നു അത്രേ. എന്നാൽ 2009 ഒരു അഭിമുഖത്തിലിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ അത് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക? 91 വിഷയങ്ങൾ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ടൈം ട്രാവലിൻ്റെ തെളിവുകളാവുക? 2045 സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ അതാരാണ് വിശ്വസിക്കുക? എന്നാൽ ആൻഡ്രൂ പറഞ്ഞ വിഷയങ്ങളെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ലായിരുന്നു. തൻ്റെ ടൈം ട്രാവൽ യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിക്കാനുള്ളൊരു തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. 1972 ന്യൂജേഴ്സിയിലെ ടൈം ലാബിൽ നിന്നും 1863 ഗെറ്റിസ്ബർഗിലേക്ക് അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവ്. അന്ന് ഒരു നവംബർ 19 1863 അദ്ദേഹം ഗെറ്റിസ്ബർഗിൽ എത്തുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ അബ്രഹാം ലിങ്കൻ്റെ ഒരു പ്രസംഗം നടക്കാൻ പോവുകയായിരുന്നു. അബ്രഹാം ലിങ്കൻ ആ പോഡിയത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ആരോ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ ആൻഡ്രൂവും പതിഞ്ഞിരുന്നു. 100 വർഷങ്ങൾക്ക് പിറകിലേക്ക് താൻ സഞ്ചരിച്ചുവെങ്കിലും വസ്ത്രധാരണത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഷൂ ആയിരുന്നു ആൻഡ്രൂ ധരിച്ചത്. അത് ആ ചിത്രത്തിൽ കാണാമായിരുന്നു. ഒരുപക്ഷെ അതാരെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ അവരുടെയെല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്ക് വന്നേനെ. അതുകൊണ്ട് തന്നെ വളരെ പണിപ്പെട്ടാണ് ആ ഷൂസ് അവരിൽ നിന്നും അദ്ദേഹം മറച്ചു പിടിച്ചത് എന്ന് ആൻഡ്രൂ പറയുന്നു. അബ്രഹാം ലിങ്കൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ആൻഡ്രൂ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ആ ഒരു പ്രസംഗത്തിൻ്റെതായിട്ടുള്ള ഒരേ ഒരു തെളിവായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ്. ആ ഒരു ഫോട്ടോഗ്രാഫിൽ താൻ കേന്ദ്ര കഥാപാത്രമായി മാറിയത് അവിചാരിതമായിട്ടായിരുന്നു എന്നാണ് ആൻഡ്രൂ വിശദീകരിക്കുന്നത്. ക്രോണോവിഷനിലൂടെ യേശുക്രിസ്തുവിൻ്റെ കുരിശിലേറ്റവും അബ്രഹാം ലിങ്കൻ്റെ അസാസിനേഷനും 2001 സംഭവിച്ച ട്വിൻ ടവർ ആക്രമണവും നേരിട്ട് കണ്ടതായി ആൻഡ്രൂ പറയുന്നു. യേശുവും ലിങ്കനും അവിടെ നിൽക്കട്ടെ, 2001 സംഭവിച്ച ട്വിൻ ടവർ ആക്രമണം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് 2001 സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് മറ്റാരോടും പറഞ്ഞില്ല എന്നായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. അതേ ചോദ്യം പലരും ആൻഡ്രൂവിനോട് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന് മറുപടിയായി തൊട്ടു മുമ്പേ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ഈ ഒരു പരീക്ഷണത്തിന് ശേഷം ചിലർ മനഃപൂർവ്വം അവരുടെ ഓർമ്മകൾ തുടച്ചു നീക്കിയിരുന്നു അത്രേ. പരീക്ഷണങ്ങൾ അതോടെ അവസാനിച്ചില്ല.
1972 പ്രൊജക്ട് പെഗാസസ് അവസാനിച്ചുവെങ്കിലും പിന്നീട് CIA പല പരീക്ഷണങ്ങൾക്കും ആൻഡ്രൂ ഒരു ഭാഗമായിരുന്നു. US സ്പേസ് പ്രോഗ്രാമിൻ്റെ മാസ് വിസിറ്റേഷനിൽ ക്രോണോവിഷനിലൂടെ അവർ ചൊവ്വാഗ്രഹം സന്ദർശിച്ചു. അതിനായി 10 യുവാക്കളെ അവർ തിരഞ്ഞെടുത്തിരുന്നു. ആ 10-ൽ ഒരാളായിരുന്നു ആൻഡ്രൂ. അയാളോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, ബറാക് ഒബാമ. അന്ന് അദ്ദേഹം ബറാക് ഒബാമയായിരുന്നില്ല, ബാരി സൊട്ടോറോ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒബാമ എന്ന തൻ്റെ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെട്ടത്. 2009 കോസ്റ്റ് ടു കോസ്റ്റ് AM ജോർജ് നൂറിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ആൻഡ്രൂ ഇത്തരം പല വിഷയങ്ങളും വിശദീകരിക്കുന്നത്. ആ ഒരു അഭിമുഖത്തിനിടയിൽ വില്യം ബ്രെറ്റ് എന്നൊരു വ്യക്തി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ 10 പേരിൽ മറ്റൊരാളായിരുന്നു വില്യം ബ്രെറ്റ്. Wire.com എന്ന വെബ്സൈറ്റ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചത് അത്തരത്തിലൊരു പരീക്ഷണവും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു. ആൻഡ്രൂ പറഞ്ഞ കഥ വിശ്വസിച്ചു തുടങ്ങിയാൽ ഇന്ന് നമുക്ക് പരിചിതരായ പലരും അദ്ദേഹത്തോടൊപ്പം ചൊവ്വാഗ്രഹം സന്ദർശിച്ചതായി വിശ്വസിക്കേണ്ടി വരും. ഡൊണാൾഡ് റംഫെൽഡ്, ജോർജ് W. ബുഷ് തുടങ്ങിയ പലരും ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞവരെല്ലാം അമേരിക്കൻ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് ഒഴിച്ചുകൂടാനാവാത്തവരോ ആയി മാറിയിട്ടുണ്ട്. താനും അവരിൽ ഒരാളാണ് എന്നും 2045 ലോകം അത് തിരിച്ചറിയുമെന്നും ആൻഡ്രൂ പറയുന്നു. 2016 മുതൽ 2045 താൻ അമേരിക്കൻ പ്രസിഡന്റായി മാറുമെന്നും ആൻഡ്രൂ വിശ്വസിക്കുന്നു. 2011 ആൻഡ്രൂവിനെയും ബ്രെറ്റിനെയും കോസ്റ്റ് ടു കോസ്റ്റ് AM വീണ്ടും ഒരു അഭിമുഖത്തിനായി ക്ഷണിച്ചിരുന്നു. അന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു അവരുടെ ചെറുപ്പത്തിൽ ക്രോണോവിഷനിലൂടെ അവർ ചൊവ്വാഗ്രഹത്തെ സന്ദർശിച്ചിരുന്നു എന്ന്. ഒരൽപ്പം കൂടി വിശ്വാസ്യത കൂട്ടുവാൻ വേണ്ടി അവർ കൂട്ടിച്ചേർത്തു, അവരെ അതിനായി ട്രെയിൻ ചെയ്തത് മേജർ എഡ് ഡെയിംസ് ആയിരുന്നു എന്ന്. മേജർ എഡ് ഡെയിംസ് അദ്ദേഹം ഇന്ന് റിമോട്ട് വ്യൂവിംഗ് ഗുരുവും ഒരു ഓൺട്രപ്രണറുമാണ്. എന്താണ് റിമോട്ട് വ്യൂവിംഗ് എന്ന് മനസ്സിലായില്ലേ? അതായത് ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചോ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ മറ്റൊരു വസ്തുവിനെക്കുറിച്ചോ വിശദീകരിക്കാൻ സാധിക്കുന്ന അതീന്ദ്രിയ സിദ്ധിയെയാണ് റിമോട്ട് വ്യൂവിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം US മിലിറ്ററിയുടെ ഒരു ഭാഗം കൂടിയാണ്. പലപ്പോഴും കോസ്റ്റ് ടു കോസ്റ്റ് AM അദ്ദേഹം അതിഥിയായി വന്നിട്ടുമുണ്ട്. എന്നാൽ അപ്പോഴൊന്നും ഇത്തരത്തിലൊരു പരീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് മറുപടിയായി ആൻഡ്രൂ പറയുന്നത് തങ്ങളിൽ ചിലരെ മാത്രമാണ് സത്യം തുറന്നു പറയാനായി തിരഞ്ഞെടുത്തത് എന്നും മറ്റു പലരും പണ്ടെപ്പോഴോ നൽകിയ പ്രതിജ്ഞ വിശ്വസിച്ചിരിക്കുകയാണ് എന്നുമാണ്. ആൻഡ്രൂവിൻ്റെ വാദങ്ങൾക്ക് പിന്തുണയുമായി മറ്റൊരാൾ കൂടി വന്നിരുന്നു, ലോറ M. ഈസൻഹോർ. 34ാമത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡ്വൈറ്റ് ഈസൻഹോറിൻ്റെ പേരക്കുട്ടി. അവർ പറയുന്നു 2006 2007 മാസ് കോളനി പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്നു എന്നും അവരത് നിരാകരിച്ചിരുന്നു എന്നും. അവർ പറയുന്നു ഈ ഭൂമിയിൽ ജനങ്ങൾ അറിയാതെ പലതും സംഭവിക്കുന്നുണ്ട് എന്നും അതിനു പിന്നിൽ ലോകശക്തികളിലെ എലൈറ്റ്സ് എന്നറിയപ്പെടുന്ന ചില പ്രമുഖരാണ് എന്നും. 2011 ആൻഡ്രൂവിൻ്റെ അഭിമുഖം റിലീസായതിനു ശേഷം മേജർ എഡ് ഡെയിംസ് കോസ്റ്റ് ടു കോസ്റ്റ് AM വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു ആൻഡ്രൂവിൻ്റെ വാദങ്ങളും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. 1980കളിൽ അങ്ങനെ ഒരു മാസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി താൻ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു എന്നും ആ കാലങ്ങളിൽ ജർമ്മനിയുടെ ബോർഡറിൽ ഒരു വാർഫെയർ ഓഫീസറായി താൻ ജോലി ചെയ്യുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്നൊന്നും തനിക്ക് റിമോട്ട് വ്യൂവിംഗ് എബിലിറ്റി ഇല്ലായിരുന്നു എന്നും അത്തരം സ്പിരിച്വൽ എബിലിറ്റി പിന്നീടാണ് തന്നിലേക്ക് വന്ന് ചേർന്നത് എന്നും. പ്രോജക്ട് പെഗാസസ് എന്നൊരു പരീക്ഷണം കാലങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല എന്നും അതെല്ലാം താങ്കളുടെ വെറും തോന്നൽ മാത്രമാണ് എന്നുമാണ് കയർത്തുകൊണ്ട് ഡെയിംസ് ആൻഡ്രൂവിനോട് പറഞ്ഞത്. എന്നാൽ തൻ്റെ സൗമ്യമായ ഭാഷയിൽ ഇതെല്ലാം താങ്കൾ ആർക്കോ വേണ്ടിയാണ് വാദിക്കുന്നത് എന്നും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കുക താങ്കളുടെ ആവശ്യമാണ് എന്നുമാണ് ആൻഡ്രൂ മറുപടിയായി പറഞ്ഞത്. ടെലിപോർട്ടേഷനെക്കുറിച്ചും ടൈം ട്രാവലിനെക്കുറിച്ചും മാൾസ് കോൺസ്പിറസിയെക്കുറിച്ചുമുള്ള ആൻഡ്രൂവിൻ്റെ വാദങ്ങൾ ലോകശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങളും ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ ചിലർക്ക് ചിലത് കണ്ടെത്താനും സാധിച്ചു. 2016 അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായി മത്സരിച്ചിരുന്നു. അതിൽ പരാജയപ്പെടുകയും ചെയ്തു. തുടക്കത്തിലെ പറഞ്ഞല്ലോ, ആൻഡ്രൂ തെളിവുകൾ സഹിതം വിശദീകരിച്ച പ്രൊജക്ട് പെഗാസസ് എന്ന ഈ കഥ വിശ്വസിക്കുന്നവർ കുറവാണ്. എന്നാൽ ഒരു വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ആൻഡ്രൂ ഡാനിയേൽ ബാസിയാഗോ എന്ന വ്യക്തി ഒരു ഡിസിൻഫോർമേഷൻ ഏജന്റ് ആണ് എന്ന്. എന്താണ് ഈ ഡിസിൻഫോർമേഷൻ ഏജന്റ്? ഒരുപക്ഷെ നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു വാക്കായിരിക്കാം അത്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ സംശയം തോന്നിയാൽ ആ സംശയം കൃത്രിമമായ ചില വിവരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു രീതിയെയാണ് ഡിസിൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത്
അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നതായി തുടക്കത്തിൽ പറഞ്ഞ എലൈറ്റ്സിന് തോന്നി തുടങ്ങിയാൽ അവർ ഇറക്കുന്ന ഒരു ചീട്ടാണ് ഡിസിൻഫോർമേഷൻ ഏജന്റ്. അയാളുടെ പ്രകടനത്തിൽ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ ശതമാനം സംശയങ്ങളും അലിഞ്ഞു പോകും. ഇതിൻ്റെ മറ്റൊരു വകഭേദം ഇവിടെയും കാണാൻ സാധിക്കും. ഒരു വാർത്ത മറയ്ക്കാൻ മറ്റൊരു വാർത്ത ജനകീയമാക്കുന്ന രീതി. ആൻഡ്രൂ നടത്തിയത് ഒരു ഡിസിൻഫോർമേഷൻ അറ്റാക്കായിരുന്നു എന്നാണ് ഒരു വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത്. പ്രൊജക്ട് പെഗാസസ് സംഭവിച്ചിരുന്നു എന്നതും മാർസ് വിസിറ്റേഷൻ സംഭവിച്ചിരുന്നു എന്നതും ടെസ്ലയുടെ ഡോക്യുമെന്റിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കിയിരുന്നു എന്നതുമെല്ലാം ഇന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ്. സത്യമാണെന്നോ കള്ളമാണെന്നോ വിശദീകരിക്കാൻ സാധിക്കാത്ത ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ